സാറേ അപ്ലിക്കേഷൻ ഓഫ് ട്രിഗ്നോമെട്രിയിൽ ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ എഴുതാൻ അറിയാം, പക്ഷേ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഫിഗർ വരയ്ക്കാൻ പറ്റുന്നില്ല. എനിക്ക് റീസെൻ്റ്ലി വന്ന മെസ്സേജസിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇതായിരുന്നു. വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്, ഇറ്റ്സ് മീ രോഹിത്. സോ മക്കളെ, എങ്ങനെ അപ്ലിക്കേഷൻ ഓഫ് ട്രിഗ്നോമെട്രിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഫിഗർ വരയ്ക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് കാണുക. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഫിഗർ വരയ്ക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളെ ഞാൻ മാറ്റി തന്നിരിക്കും. സോ നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ പോൾ ഓഫ് 6 meter ഹൈ ഈസ് ഫിക്സ്ഡ് ഓൺ ടോപ്പ് ഓഫ് എ ടവർ. എന്താ പറയുന്നത്? ഒരു ടവർ ഉണ്ട്, അതിന്റെ മേലെ അതിന്റെ ടോപ്പിൽ എന്ത് വെച്ചിട്ടുണ്ട്? ഒരു പോൾ വെച്ചിട്ടുണ്ട്. ആ പോളിന്റെ നീളം എത്രയാ? 6 meter. അപ്പൊ മക്കൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഗ്രൗണ്ട് ഉണ്ടാവും. ഗ്രൗണ്ട് വരച്ചു വെക്കുക. ഗ്രൗണ്ട്, നിലം ഭൂമിയില്ലേ, അത് വരച്ചു വെക്കുക. ഭൂമിയിൽ കുറെ കല്ലും മണ്ണും കുഴിയും മറ്റേ മലയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളതൊന്നും ആലോചിക്കില്ല. നമ്മുടെ ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? പ്ലെയിൻ ആണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ. അത് വരച്ചു വെക്കുക. ഓക്കെ, ആ സ്ട്രെയിറ്റ് ലൈനിൽ എന്തുണ്ട്? ആദ്യം ഉള്ളത് ഒരു ടവർ ഉണ്ട്. ടവറിന്റെ മേലെയാണ് മറ്റേ പോൾ വെക്കുന്നത്. ഓക്കെ, ടവർ, സ്ട്രെയിറ്റ് ലൈൻ. ഭൂമിയുടെ മേലെ ടവർ എന്ന് പറഞ്ഞാൽ കുത്തനെ ഉണ്ടാവും കേട്ടോ. ടവറും മരങ്ങളും എല്ലാം കുത്തനെയാണ്. ലൈറ്റ് ഹൗസ് എല്ലാം കുത്തനെയാണ്. ഒന്നിനും ചരിവുണ്ടാവില്ല കേട്ടോ. എല്ലാം കുത്തനെയാണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. ഓക്കെ, 90 ഡിഗ്രി. കുത്തനെ മീൻസ് 90 ഡിഗ്രി. ഇതാണ് ടവർ. ഓക്കെ, ടവറിന്റെ നീളത്തിനെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? നോക്കാം നമുക്ക്. ഫസ്റ്റ് ലൈനിലൊന്നുമില്ല. ഓക്കെ, ഫസ്റ്റ് ലൈനിൽ എന്താ പറയുന്നത്? എ പോൾ ഓഫ് 6 meter ഹൈ ഈസ് ഫിക്സ്ഡ് ഓൺ ടോപ്പ് ഓഫ് എ ടവർ. അതായത് ആ ടവറിന്റെ ടോപ്പിൽ എന്ത് വെച്ചിട്ടുണ്ട്? എ പോൾ ഓഫ് 6 meter ഹൈ. ഓക്കെ, അപ്പോൾ പോള് വരയ്ക്കണം. പോള് വരച്ചു. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോളാണേ. പോളിന്റെ ലെങ്ത് എത്രയാ? ഇവിടുന്ന് അങ്ങോട്ടേക്കാണേ. അത് ജസ്റ്റ് ഒന്ന് നമുക്ക് മനസ്സിലാവണം. പിന്നെ ഫിഗർ നോക്കുമ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവണം. അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് ഡോട്ട് ഇട്ടു, ഒന്ന് കറപ്പിച്ച് വെച്ചു. ഓക്കെ, അതിന്റെ ഹൈറ്റ് 6 meter ആണ്. സോ ഞാനത് 6 എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ടോപ്പ് ഓഫ് പോൾ ഈസ് ഒബ്സർവ്ഡ് ഫ്രം എ പോയിന്റ് പി ഓൺ ദ ഗ്രൗണ്ട് ഈസ് 60 degree. ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ടോപ്പ് ഓഫ് ദ പോൾ ആണ്. അതായത് പോളിന്റെ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മേൽത്തേറ്റം. ഇത് പോളിന്റെ ഏറ്റവും മേൽത്തേറ്റം. അത് ഒബ്സർവ് ചെയ്ത ആംഗിൾ ഓഫ് എലിവേഷൻ എവിടുന്ന്? ഫ്രം എ പോയിന്റ് പി ഓൺ ദ ഗ്രൗണ്ട്. ഓക്കെ, ഗ്രൗണ്ടിൽ ഒരു പോയിന്റ് പി. സപ്പോസ് ആ പോയിന്റ് ഈ പോയിന്റ് ആണെന്ന് വിചാരിക്കാം, പി. ഓക്കെ, എന്നിട്ട് പിയിൽ നിൽക്കുന്ന ഒരാള് ആ ഒരു സാധനത്തിന്റെ മേലേക്ക്, പോളിന്റെ ടോപ്പിലേക്ക്, പോളിന്റെ മേലോട്ടേക്ക് നോക്കുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി പിയിൽ നിൽക്കുന്ന ആൾ, ഇവിടെ ഈ പോയിന്റിൽ നിൽക്കുന്ന ആള്, ആ ആള് നേരെ നോക്കുമ്പോൾ ഉണ്ടാവുന്ന അയാളെ കണ്ണിന് നേരെ പോകുന്ന ലൈൻ, അതും അയാൾ മേലോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ലൈൻ പോകുന്നില്ലേ? ആ രണ്ട് ലൈൻ തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. ദാറ്റ് മീൻസ് ഈ ആംഗിളാണ് എത്രയാ പറഞ്ഞത്? 60 degree. പിന്നെയോ, ആൻഡ് ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദ പോയിന്റ് പി ഫ്രം ദ ടോപ്പ് ഓഫ് ദ ടവർ. അതായത് പിന്നെ പറയുന്നത് ആംഗിൾ ഓഫ് ഡിപ്രഷനാ. ഡിപ്രഷൻ എവിടുന്നാ പറയുന്നത്? ഏത് പോയിന്റ് ഡിപ്രഷനാ? ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദ പോയിന്റ് പി. അതായത് ഈ പി എന്ന പോയിന്റിലേക്കുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് വെച്ചാൽ മനസ്സിലാക്കുക, ഏതോ ഒരു ഹൈറ്റിൽ നിന്ന്, കുറച്ച് ഹൈറ്റിൽ നിന്ന് ആരോ ഈ പി എന്ന പോയിന്റ് പോയിന്റിലേക്ക് നോക്കുന്നുണ്ട്. ഓക്കെ, എവിടുന്നാ നോക്കുന്നത്? ഫ്രം ദ ടോപ്പ് ഓഫ് ദ ടവർ. ടവറിന്റെ ടോപ്പിലാണ് നോക്കുന്നത്. ടവർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടവർ ഉള്ളൂ അല്ലെ, അതിന്റെ മേലെ പോളല്ലേ. അപ്പൊ ടോപ്പ് ഓഫ് ദ ടവർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ആ പി എന്ന പോയിന്റിലേക്ക് നോക്കുന്ന ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അന്നപ്പോൾ അവിടുന്ന് പി എന്ന പോയിന്റിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം മക്കള്. ടോപ്പ് ഓഫ് ദ ടവറിന് പി എന്ന പോയിന്റിലേക്ക് ഒരു ലൈൻ വരച്ചു മക്കള്. എന്നിട്ടോ ആ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി നമ്മൾ പി എന്ന പോയിന്റിലാണ് ആൾ നിൽക്കുന്നതെന്ന് വിചാരിക്കും. പി എന്ന പോയിന്റിൽ നിന്ന് ആൾ നോക്കുക. ഈ പോയിന്റ് പി എന്ന പോയിന്റിലല്ല, ടവറിന്റെ മേലെ ആൾ പി എന്ന പോയിന്റിലേക്ക് നോക്കുക. അന്നപ്പെട്ടാവുന്ന ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ്. ഞാനിപ്പോൾ ടവറിന്റെ മേലെ നിൽക്കുന്നതായിരിക്കാം. പി എന്ന പോയിന്റ് താഴെയാണ്, അത് അങ്ങ് താഴെ. അപ്പൊ ആക്ച്വലി ഞാൻ നേരെ നോക്കിയാൽ ഒരു ലൈൻ ഉണ്ടാവും അല്ലേ, കാണുന്ന ഒരു ലൈൻ പോകും. ഓക്കെ, ആ ലൈൻ മക്കൾ വരച്ചു വെക്കുക. ഞാൻ ഇവിടുന്ന് നേരെ നോക്കിയാൽ ഇങ്ങനെ ഒരു ലൈൻ അങ്ങോട്ട് പോകും. അതങ്ങനെ അതവിടെ നോട്ടെ. ഓക്കെ, ഇനി ഞാൻ താഴോട്ടേക്ക് നോക്കുകയാണ്, പിയിലേക്ക്. അപ്പോൾ പിയിലേക്ക് നോക്കുന്ന ലൈനാണ് ഈ പോകുന്നത്. അവിടെയാണെന്ത്? ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ആ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണെന്ത്? ഈ ആംഗിൾ. ആ ആംഗിളാണ് ഈ ആംഗിൾ വരിക. ഓക്കെ, ആ ആംഗിളും ഈ ആംഗിളും സെയിം ആയിരിക്കൂലേ? വൈ ഇത് നമ്മുടെ ഈ ലൈനും നമ്മുടെ ഈ എർത്തിന്റെ അല്ലേ, എർത്ത് നമ്മൾ വരച്ചിട്ടുള്ള ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടും ആ നമ്മൾ കണ്ണിന് നേരെ പോകുന്ന ലൈനും പാരലായിരിക്കും. ദാറ്റ് മീൻസ് ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ് ഇത് രണ്ടും. അല്ലെ, രണ്ട് പാരൽ ലൈൻസ്, അതിൻ്റെ ഒരു ട്രാൻസ്വേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സെഡ് പോലത്തെ ആംഗിൾസ് ആണ് ഇത് രണ്ടും, ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. സോ ദേ വിൽ ബി ഈക്വൽ. അപ്പോൾ എത്രയാണ് പറഞ്ഞത്? ആംഗിൾ ഓഫ് ഡിപ്രഷൻ എത്രയാണ് പറഞ്ഞത്? ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദ പോയിന്റ് പി ഫ്രം ദ ടോപ്പ് ഓഫ് ദ ടവർ ഈസ് 45 degree. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ 45 ആണ്, അതുകൊണ്ട് തന്നെ ഈ ആംഗിളും 45 degree ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് പി ഫ്രം ദ ഫുട്ട് ഓഫ് ദ ടവർ. ഹൈറ്റ് ഓഫ് ദ ടവർ കണ്ടുപിടിക്കണം, പിന്നെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. സിമ്പിൾ ആണ് മക്കൾ. ഇത് എന്തെടുക്കുക? ഹൈറ്റ് ഓഫ് ദ ടവർ മക്കള് h ആയിട്ട് എടുക്കുക. ആൻഡ് ഈ ഡിസ്റ്റൻസ് മക്കള് x ആയിട്ട് എടുത്തോ. ഓക്കെ, അപ്പൊ എന്താ? tan 60 കൊടുക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്താ? 6 + h ഡിവൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ് x. അപ്പോൾ
ഒരു എച്ചും എക്സും ഉള്ള ഒരു ഇക്വേഷൻ കിട്ടും. അതേപോലെ തന്നെ മക്കൾ tan 45 കണ്ട് എഴുതുക. എന്നപ്പോൾ എച്ചും എക്സും ഉള്ള അടുത്ത ഇക്വേഷൻ കിട്ടും. അപ്പോൾ രണ്ട് അൺനോൺസ് അറിയാത്ത സാധനങ്ങൾ രണ്ടെണ്ണമാണ്, അത് എച്ചും എക്സും. അങ്ങനത്തെ രണ്ട് ഇക്വേഷൻസ് കിട്ടി. ആ രണ്ട് ഇക്വേഷൻസും കൂടെ സോൾവ് ചെയ്താൽ നമുക്ക് ക്യാൻസർ ആയി. അപ്പോൾ ഒരു ഫിഗർ വരയ്ക്കുന്ന എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനി വേറൊരു കേസ് നോക്കാം. എന്താ? എ സ്ഫെറിക്കൽ ബലൂൺ ഓഫ് റേഡിയസ് ആർ സബ്സ്റ്റൻസ് ആൻഡ് ആംഗിൾ ഓഫ് 60 ഡിഗ്രി അറ്റ് ദ ഐ ഓഫ് എൻ ഒബ്സർവർ. ഇത് ഭയങ്കര ഡിഫറെന്റ് ലെവൽ ക്വസ്റ്റൻ ആണ്. നിങ്ങൾ അപ്ലിക്കേഷൻ ഓഫ് ട്രിഗ്നോമെട്രി ഇങ്ങനെ ഒരു ക്വസ്റ്റൻ മേ ബി കണ്ടിട്ടുണ്ടാവില്ല. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഒരു സ്ഫെറിക്കൽ ബലൂൺ, അതിന്റെ റേഡിയസ് ആർ ആണ്. ദാറ്റ് സബ്റ്റൻസ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി അറ്റ് ദ ഐ ഓഫ് എൻ ഒബ്സർവർ എന്ന് ചോദിച്ചാൽ എന്താ എന്ന് പറഞ്ഞാൽ എന്താ അതിന് മീനിങ്? എ സ്ഫെറിക്കൽ ബലൂൺ ഓഫ് റേഡിയസ് ആർ സബ്സ്റ്റൻസ് ആൻ ആംഗിൾ 60 ഡിഗ്രി അറ്റ് ദ ഐ ഓഫ് എൻ ഒബ്സർവർ. അത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണോ ആംഗിൾ ഓഫ് എലിവേഷൻ ആണോ? പറ. എന്തായാലും ഗ്രൗണ്ട് ഉണ്ട്, ഗ്രൗണ്ട് നമുക്ക് വരച്ചു വെക്കാം ആദ്യം. ബാക്കിയല്ലേ ബലൂണിൻ്റെ കാര്യമൊക്കെ. ഓക്കെ, ഗ്രൗണ്ട് വരച്ചു വെച്ചു സാർ. മക്കൾ പറ, ആ പറഞ്ഞിട്ടുള്ള ആംഗിൾ 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷൻ ആണോ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണോ? രണ്ടും അല്ല. ഇവിടെ പറയുന്നത് എന്താ? എ സ്ഫെറിക്കൽ ബലൂൺ ഓഫ് റേഡിയസ് ആർ. ഒരു ബലൂൺ ഉണ്ട്, റേഡിയസ് ആർ ആണ്. അത് സബ്സ്റ്റൻഡ് ചെയ്യുന്നു, അത് ഉണ്ടാക്കുന്നു. എന്ത് സബ്സ്റ്റൻസ്? an angle of 60 ഡിഗ്രി at the eye of an observer. ആ ബലൂൺ താഴെ നിൽക്കുന്ന ആളുടെ കണ്ണിൽ 60 ഡിഗ്രി ആംഗിൾ സബ്റ്റൻഡ് ചെയ്യുന്നു, ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മൾ ബലൂൺ വരയ്ക്കുന്നു. ഇതാണ് ബലൂൺ. ഓക്കെ, ഇതാണ് ബലൂൺ. ഓക്കെ, ആ ബലൂൺ താഴെ നിൽക്കുന്ന ആളുടെ കണ്ണിൽ 60 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്നു വെച്ചാൽ താഴെ നിൽക്കുന്ന ആൾ ഇതാന്ന് വിചാരിക്കാം. ആൻഡ് വൺ മോർ തിങ്, എന്തുകൊണ്ട് നമ്മൾ താഴെ നിൽക്കുന്ന ആളെ വരയ്ക്കുന്നില്ല? ഇങ്ങനെ ആളെ വരച്ചൂടെ? ഞാൻ പറഞ്ഞുതരാം. ആളുടെ ഹൈറ്റിനെ പറ്റി താഴെ നിൽക്കുന്ന ഒബ്സർവറുടെ ഹൈറ്റിനെ പറ്റി ക്വസ്റ്റ്യനിൽ ഒരു അക്ഷരം മിണ്ടുന്നില്ല എങ്കിൽ മക്കള് ആളെ വരയ്ക്കേണ്ട ആവശ്യമില്ല. ആൾക്ക് വേറെ ഒരു പോയിന്റ് ഇട്ടാൽ മതി. എന്നാൽ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും ആളെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ, ആളുടെ ഹൈറ്റിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ആ ഹൈറ്റ് വരച്ചിട്ട് വേണം മക്കൾ ചെയ്യാൻ. ഇനി ആളുടെ ഹൈറ്റിനെ പറ്റി പറയുന്നില്ല എങ്കിൽ മക്കൾ ആൾക്ക് പകരം ആളെ ഹൈറ്റ് വരയ്ക്കേണ്ട, ഒരു പോയിന്റ് ഇട്ടാൽ മതി. ആൾക്ക് പകരം ഒരു പോയിന്റ് ഇട്ടാൽ മതി. ഓക്കെ, ഫൈൻ. ഇനി മക്കൾ നോക്കിക്കോ. ഓക്കെ, നോക്കാം. ഇനി ഈ ബോൾ ഇയാളുടെ കണ്ണിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ അറിയോടാ? ഈ ബോളിന്റെ രണ്ടറ്റത്തു നിന്ന് ഇയാളുടെ കണ്ണിലേക്ക് ലൈൻ വരയ്ക്കുക. ഈ ആംഗിൾ ഏതാംഗിളാ? ഈ ആംഗിളാണ് ആ ആംഗിൾ. ഞാൻ പറഞ്ഞ ആംഗിൾ ഏതാംഗിളാ? 60 ഡിഗ്രി. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി എന്താ പറഞ്ഞത്? ഇഫ് ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ്, ബാക്കി നോക്കുക, ഇഫ് ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ഇറ്റ് സെന്റർ ഈസ് 45 ഡിഗ്രി ഫ്രം ദ സെയിം പോയിന്റ്. അതായത് ഇതേ പോയിന്റിൽ നിന്ന് ആ ബലൂണിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് സെന്റർ. അതിന്റെ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി ആണ്. അപ്പോൾ ആ ബലൂണിന്റെ സെന്ററിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. സെന്ററിലേക്ക് ആളുടെ ഒബ്സർവറുടെ ആയിന്ന് ബോളിന്റെ ബലൂണിന്റെ സെന്ററിലേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. ആ ആംഗിൾ എത്രയാ? അത് 45 ഡിഗ്രി ആണ്. ഓക്കെ, then prove that height of the center of the balloon is √2 times its radius. അപ്പോൾ height of the center of balloon എന്ന് പറയുമ്പോൾ മക്കള് ബലൂണിന്റെ സെന്ററിന്റെ ഹൈറ്റ് വരയ്ക്കണം. ബലൂണിന്റെ സെന്റർ ഇതാ ഭൂമിയിൽ ഇത്രയും ഹൈറ്റില്ല, ആ ഹൈറ്റ് നമ്മൾ വരയ്ക്കണം. ഓക്കെ, ഈ ഹൈറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ജസ്റ്റ് ഈ രണ്ട് റേഡിയസും കണക്ട് ചെയ്ത് വരയ്ക്കണം. വരയ്ക്കുക. ദാറ്റ്സ് ഓൾ. ക്ലിയർ ആണോ മക്കളെ? എനി ഡൗട്ട്സ്? എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ? എനി ഡൗട്ട്സ്? സോ ഇത്രയുമാണ് കാര്യങ്ങൾ. ഫിഗർ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറും കാര്യങ്ങളും സാറ് കൃത്യമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യും. ഓക്കെ, ഇത് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസേഴ്സ് സാറ് വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. പേടിക്കണ്ട കേട്ടോ. ഓക്കെ, സോ വേറെ ക്ലൂ ഒന്നും ഇതിൽ തന്നിക്കില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഫ്രം ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് ഓഫ് 60 മീറ്റർ ഹൈ. ഒരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് 60 മീറ്റർ ആണ്. ഓക്കെ, ഫൈൻ. ഒരു ബിൽഡിംഗ്, ആദ്യം ഗ്രൗണ്ട് വരയ്ക്കാം. ഇനി 60 മീറ്റർ ഹൈറ്റ് ഉള്ള ബിൽഡിംഗ് വരയ്ക്കാം. കുത്തനെ വരയ്ക്കണേ, 90 ഡിഗ്രിയിലാണേ. ഓക്കെ, 60 മീറ്റർ ആണ് ആ ബിൽഡിങ്ങിന്റെ ഹൈറ്റ്. പിന്നെയോ ആ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്ന്, ഫ്രം ദ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്ന് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് ദ ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് എ വെർട്ടിക്കൽ ലാമ്പ് പോസ്റ്റ്. ഒരു വെർട്ടിക്കൽ ലാമ്പ് പോസ്റ്റ് ഉണ്ട്. ഇവിടെ എവിടെയോ ഒരു വെർട്ടിക്കൽ ലാമ്പ് പോസ്റ്റ് ഉണ്ട്. ഓക്കെ, അത് ഈ ബിൽഡിങ്ങിനേക്കാളും വലുതാണോ ചെറുതാണോ എങ്ങനെ മനസ്സിലാവുക? മക്കൾ നോക്കുക.
ആംഗിൾസ് ആർ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്ന് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ് എങ്ങോട്ടുള്ള ടോപ്പിലേക്കും ബോട്ടത്തിലേക്കും. അതായത് ആ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്ന് ആ ലാൻഡ് പോസ്റ്റിന്റെ ടോപ്പിലേക്കും ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ്, ബോട്ടത്തിലേക്കും ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ്. അതായത് രണ്ടും താഴെയാണ്, ടോപ്പും ബോട്ടും താഴെ, വിച്ച് മീൻസ് ഹൈറ്റ് കുറവാണ്. ഇതാണ് ഹൈറ്റ്, ഇതാണ് ആ ലാമ്പ് പോസ്റ്റ്. ഓക്കെ, അങ്ങനെ ആ 60 മീറ്റർ ഹൈറ്റ് ഉള്ള ആ ബിൽഡിങ്ങിന്റെ മേലെ നിന്ന് എന്താ ആംഗിൾസ് ഓഫ് ഡിപ്രഷൻ ഓഫ് ടോപ്പ് ആണ് ഫസ്റ്റ് പറയുന്നത്. ടോപ്പ് എത്രയാ? 30 ഡിഗ്രി. അതായത് ഈ ആംഗിൾ, അതായത് ഇവിടുന്ന് ഒരാൾ നോക്കുകയാണ്, എന്നപ്പോൾ ആ ടോപ്പിലേക്കാണ് നോക്കുന്നത്. എന്നപ്പോൾ അയാൾ നേരെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ ഏതായിരുന്നു? ഈ ആംഗിൾ അല്ലേ? അത് എത്രയായിരുന്നു? ആ ഒരു ഡിപ്രഷൻ, അതാണെന്ത്? ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അത് 30 ഡിഗ്രിയാണ്. അപ്പോൾ എന്താക്കാം? നമുക്കതിനെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ വരയ്ക്കാം, ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ വരയ്ക്കാം. അതായത് ഇങ്ങനെ വരച്ചാൽ ഈ ആംഗിളാണത് 30. ഈ ആംഗിളാണ് 30. പിന്നെ ആൻഡ് ബോട്ടത്തിലേക്ക് എന്തുണ്ട്? ബോട്ടത്തിലേക്ക് നോക്കുന്നുണ്ട്. ബോട്ടത്തിലേക്ക് നോക്കുന്ന ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നോക്കുക. ഓക്കെ, ആ ടോപ്പിൽ നിന്ന് ആ ലാമ്പിന്റെ ബോട്ടത്തിലേക്ക് നോക്കി. ഓക്കെ, ആ ആംഗിൾ എത്ര വരും? ഈ ആംഗിളാണ് വരിക. എത്രയാ വരിക? 60 ഡിഗ്രി. അപ്പോൾ അതേ ആംഗിൾ ഇവിടെ വരും, 60 ഡിഗ്രി. 60 ഡിഗ്രി. ഓക്കെ അല്ലേ? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഓക്കെ, ബിൽഡിങ്ങിന്റെ ഹൈറ്റ് നമുക്ക് തന്നിക്ക് 60 ആണ്. ഈ ടോട്ടൽ ഹൈറ്റ് 60 ആണ്. ഓക്കെ, നമുക്ക് എന്തെടുക്കുക? ഇത് എക്സ് ആയിട്ട് എടുക്കുക, ഈ ഹൈറ്റ് എക്സ് ആയിട്ട് എടുക്കുക. എന്നപ്പം ഈ ഒരു ഹൈറ്റും എക്സ് തന്നെ വരും, കാരണം അതൊരു റെക്ടാങ്കുലർ ബോക്സ് അല്ലേ, ഓപ്പോസിറ്റ് സെയിം അല്ലേ. അപ്പോൾ ഇതും എക്സ് തന്നെ വരും. ഓക്കെ, ഈ പീസ് എത്ര വരും? ടോട്ടൽ ലെങ്ത് 60 ആണ്. അതിൽ താഴത്തെ പീസ് എക്സ് ആണെങ്കിൽ മേലത്തെ പീസ് എത്ര വരും? 60 മൈനസ് എക്സ് വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? tan 30 എടുത്തു കഴിഞ്ഞാൽ 60 മൈനസ് എക്സ് ബൈ ഈ ഡിസ്റ്റൻസ്, ഈ ടോട്ടൽ ഡിസ്റ്റൻസ്, അത് എത്ര വരും? എച്ച് വരും. എച്ച് അത് എച്ച് എന്നോ അല്ലെങ്കിൽ അത് വൈന്നെടുക്കുക. ഓക്കെ, അപ്പോൾ tan 30 എന്ന് പറഞ്ഞാൽ എന്താ? 60 മൈനസ് എക്സ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ്. അത് റെക്ടാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ഈക്വൽ ആണ്, വൈ വരും. അപ്പോൾ എക്സും വൈ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ കിട്ടി. ഇനി അതേപോലെ തന്നെ tan 60 എടുത്തു കഴിഞ്ഞാൽ ഈ ടോട്ടൽ എത്രയാ? 60 ബൈ വൈ വരും. അപ്പോൾ എക്സ് വൈയുള്ള രണ്ട് ഇക്വേഷൻ കിട്ടി. കിട്ടി കഴിഞ്ഞാൽ ആ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്ത ഫൈനൽ ആൻസർ ആയി. ഇങ്ങനെയാണ് ഇവിടെ ഫിഗർ വരയ്ക്കുക. അടുത്ത ഫിഗർ നോക്കുക. ഫ്രം ദ ടോപ്പ് ഓഫ് എ 15 മീറ്റർ ഹൈ ബിൽഡിംഗ് the angle of elevation of top of a tower is found to be 30 degree. Okay, എന്താ പറഞ്ഞത്? ഫ്രം ദ ടോപ്പ് ഓഫ് എ 15 മീറ്റർ ഹൈ ബിൽഡിംഗ്, ഒരു 15 മീറ്റർ ഹൈറ്റ് ഉള്ള ബിൽഡിംഗ് ഉണ്ട്. ഓക്കെ, ആദ്യം നമ്മൾ ഗ്രൗണ്ട് വരയ്ക്കാം. 15 മീറ്റർ ഹൈറ്റ് ഉള്ള ബിൽഡിംഗ് അല്ലേ? 15 മീറ്റർ ഹൈറ്റ് ഉള്ള ബിൽഡിംഗ് ഉണ്ട്. ബിൽഡിംഗിന്റെ ഹൈറ്റ് എത്രയാ? 15 മീറ്റർ. 15 മീറ്റർ ഹൈറ്റുള്ള ബിൽഡിംഗ് ഉണ്ട്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ആ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്ന്, ഓക്കെ, ആ ബിൽഡിങ്ങിന്റെ ടോപ്പ് ഇതാണ്. ആ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്ന് ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ടോപ്പ് ഓഫ് എ ടവർ ഈസ് ഫൗണ്ട് ടു ബി 30 ഡിഗ്രി. ഓക്കെ, ആ ബിൽഡിങ്ങിന്റെ ടോപ്പിൽ നിന്നുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ, ദാറ്റ് മീൻസ് രണ്ടാമത് പറഞ്ഞ സാധനം അതിനേക്കാളും ഹൈറ്റില്ല. മനസ്സിലായോ? ഓക്കെ, അന്നപ്പോൾ അങ്ങോട്ടേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ അല്ലേ പറഞ്ഞത്? ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുമ്പോൾ നേരെ നോക്കുമ്പോൾ ലൈൻ, ഇത് മേലോട്ടേക്ക് നോക്കുമ്പോൾ ലൈൻ നമ്മൾ ഓൾറെഡി വരച്ചു കഴിഞ്ഞു. ഓക്കെ, ആ നേരെ നോക്കുമ്പോൾ ലൈനും മേലോട്ടേക്ക് നോക്കുമ്പോൾ ലൈനും തമ്മിലുള്ള ആംഗിൾ, അതാണ് എന്ത്? ആംഗിൾ ഓഫ് എലിവേഷൻ 30 ഡിഗ്രി ആണ്. ഓക്കെ, ദെൻ ഫ്രം ദ ബോട്ടം ഓഫ് ദ സെയിം ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിന്റെ ബോട്ടത്തിൽ നിന്ന് ബോട്ടം ഇതാ ഈ പോയിന്റ്, ഏറ്റവും താഴത്തെ പോയിന്റ്, അവിടെ നിന്ന് ഫ്രം ദ ബോട്ടം ഓഫ് ദ സെയിം ബിൽഡിംഗ് the angle of elevation of top of the tower is found to be 60 degree. അതായത് ഈ പോയിന്റിൽ നിന്ന് ടവറിന്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാ? 60 ആണെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ടേക്ക് ലൈൻ വരയ്ക്കാം, 60 എഴുതുക ആംഗിൾ. ആ ആംഗിൾ 60 ആണ്. ഓക്കെ, ഫൈൻ. The height of the tower, find the height of the tower and distance between tower and building. ഒന്നുമില്ല, ഹൈറ്റ് ഓഫ് ദ ടവർ കണ്ടുപിടിക്കാം. ഓക്കെ, ഇത് 15 മീറ്റർ ആണ്. ഈ ഡിസ്റ്റൻസ് 15 മീറ്റർ ആണ്. അന്നപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടുള്ള ഇതും 15 മീറ്റർ തന്നെ. 15. ഓക്കെ, ഇത് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഈ ഒരു ഡിസ്റ്റൻസ് എച്ച്, അപ്പോൾ ഇതും എച്ച്. അപ്പോൾ മേലത്തെ ട്രയാങ്കിൾ tan 30 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ് എക്സ് ബൈ എച്ച് കിട്ടും. അപ്പോൾ എക്സ് വെച്ചുള്ള ഒരു ഇക്വേഷൻ ആയി. താഴത്തിൽ tan 60 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് പ്ലസ് 15 ബൈ എച്ച് കിട്ടും. അപ്പോൾ എക്സ് വെച്ചുള്ള രണ്ട് ഇക്വേഷൻസ് കിട്ടി. രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിന്റെ എച്ചിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ നോക്കുക. ഫ്രം ദ ടോപ്പ് ഓഫ് എ 45 മീറ്റർ ഹൈ ലൈറ്റ് ഹൗസ്. ഇത് പല തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കും, നല്ലോണം ശ്രദ്ധിക്കണം. ഫ്രം ദ ടോപ്പ് ഓഫ് എ 45 മീറ്റർ ഹൈ ലൈറ്റ് ഹൗസ്, ഓക്കെ, ഒരു 45 മീറ്റർ ഹൈറ്റ് ഉള്ള ലൈറ്റ് ഹൗസ് ഉണ്ട്. ഓക്കെ, ആദ്യം സാർ എന്ത് ചെയ്യുന്നു? ഗ്രൗണ്ട് വരയ്ക്കുന്നു. ഓക്കെ, ഒരു 45 മീറ്റർ ഹൈറ്റ് ഉള്ള ലൈറ്റ് ഹൗസ് ഉണ്ട്. ഞാൻ ലൈറ്റ് ഹൗസ് ഇവിടെ വരച്ചു.
അതിൻ്റെ ഹൈറ്റ് എത്രയാ? 45 മീറ്റർ. ഓക്കെ, ഫ്രം ദ ടോപ്പ് ഓഫ് എ 45 മീറ്റർ ഹൈ ലൈറ്റ് ഹൗസ്, ആ ലൈറ്റ് ഹൗസിന്റെ ഏറ്റവും ടോപ്പിൽ നിന്ന്, ടോപ്പ് എന്ന് പറയുമ്പോൾ ഈ പോയിന്റ്, ടോപ്പിലത്തെ പോയിന്റ്. ഓക്കെ, ആ പോയിന്റിൽ നിന്ന് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് 2 ഷിപ്സ് ഓൺ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ഇറ്റ്, 2 ഷിപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, ഒബ്വിയസ്ലി ഈ മേലിൽ നിന്ന് താഴോട്ടേക്ക് നോക്കുമ്പോൾ ഷിപ്പ് ഗ്രൗണ്ട് ലെവലാണ് ഷിപ്പ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ ആ ഈ പോയിന്റിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ്. ഓക്കെ, ഫൈൻ. അതപ്പോൾ ആ 2 ഷിപ്പ്, 2 കേസ് വരും ലൈറ്റ് ഹൗസിന്റെ ക്വസ്റ്റ്യനിൽ. ഒന്ന് ലൈറ്റ് ഹൗസ് കരയിൽ, അപ്പോൾ ഷിപ്പ് രണ്ടും ഒരേ ഡയറക്ഷനിലേക്കും ഒരേ സൈഡിൽ, അതായത് ഒന്നുകിൽ ഇതാണ് കരന്നായിരിക്കും, ഇത് കരഭാഗം, ഇങ്ങോട്ടേക്കാണ് കരഭാഗം എന്നായിരിക്കും. അപ്പോൾ ലൈറ്റ് ഹൗസ് ഇവിടെയാണെങ്കിൽ ഷിപ്പൊക്കെ കടൽ ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ ഒരു ഷിപ്പ് ഇവിടെ വരും, ഒരു ഷിപ്പ് ഇവിടെ വരും. ഇതല്ലാത്തൊരു കേസ് ഉണ്ട്. എങ്ങനെയാ? ഫോർ എക്സാമ്പിൾ ഇത് നടുക്കുള്ളൊരു ദ്വീപാന്ന് വിചാരിക്കാം. ഇതൊരു കുഞ്ഞു ദ്വീപാ, ഇത്ര മാത്രം ഏരിയയുള്ളൊരു ദ്വീപാ. ആ ദ്വീപിലുള്ള ലൈറ്റ് ഹൗസ് അത്. അന്നപ്പോൾ ഷിപ്പ് എവിടെയൊക്കെ വരാം? ഷിപ്പ് ഇവിടെയും വരാം, ഒന്ന് ഇവിടെയും വരാം. അന്നപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലാണോ സെയിം സൈഡിലാണോ നോക്കണം. ഓക്കെ, പ്രത്യേകിച്ച് ഇന്ന സൈഡ് എന്നൊന്നും പറയുന്നില്ല, ഓപ്പോസിറ്റ് സൈഡെന്നോ സെയിം സൈഡെന്നൊന്നും പറയുന്നില്ലെങ്കിൽ അത് സെയിം സൈഡിലായിട്ട് എടുക്കാം. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻസ് ഓഫ് 2 ഷിപ്സ് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ഇറ്റ്, ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. ഓക്കെ, ആർ ഒബ്സർവ് ടു ബി 30 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി. അതായത് ഒരു ഷിപ്പിലേക്കുള്ള 30 ഡിഗ്രി, ഒരു ഷിപ്പ് ഞാൻ ഈ പോയിന്റ് ആയിട്ട് എടുത്തു. അപ്പോൾ അങ്ങോട്ടേക്കുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ 30 ഡിഗ്രി അല്ലേ? 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവിടുന്ന് അയാൾ നേരെ നോക്കുമ്പോഴുള്ള ആംഗിൾ അതാണ് ഇത്ര 30 ഡിഗ്രി വരേണ്ടത്. അപ്പോൾ അതിന് ആംഗിൾ ഇതല്ലേ വരിക? ദാറ്റ് ഈസ് 30 ഡിഗ്രി. ഈ ആംഗിൾ 30 ഡിഗ്രി അല്ലേ? അടുത്തതോ 60 ഡിഗ്രി. അടുത്ത ഷിപ്പ് ഇവിടെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അന്നപ്പോൾ അങ്ങോട്ടേക്കുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ, അപ്പോൾ നമ്മൾ ആദ്യം അങ്ങോട്ടേക്ക് നോക്കുന്ന ലൈൻ വരച്ചു. എന്നിട്ടോ ഈ പോയിന്റിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള ഈ പോയിന്റിലേക്കുള്ള ഈ ലൈറ്റ് ഹൗസിന്റെ ടോപ്പിൽ നിന്ന് ഈ ഷിപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ്. അപ്പം ആക്ച്വലി ലൈറ്റ് ഹൗസിന്റെ ടോപ്പിൽ നിന്ന് നേരെ നോക്കുമ്പോൾ ലൈൻ ഇതാ, അപ്പോൾ താഴോട്ടേക്കുള്ള ലൈൻ ഇതാണ്. അന്നപ്പോൾ അവിടെയുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ ആംഗിളിന് സെയിം ആണ്. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ് വരിക? ഈ ആംഗിൾ എത്രയാണ് വരുന്നത്? ഈ ആംഗിൾ 60 ഡിഗ്രി. ഓക്കെ, if the line joining the ships passes through the foot of the lighthouse, അതൊന്നുമില്ല. അതായത് ഈ ഫുട്ട് ഓഫ് ദി ലൈറ്റ് ഹൗസും ആ 2 ഷിപ്പിനെയും കൂടെ കണക്ട് ചെയ്യുന്നതൊക്കെ ഒരു സെയിം ലൈനിലാണ്. നമ്മൾ അങ്ങനെ തന്നെ വരച്ചിട്ടുള്ളത്. അങ്ങനെ പറയണമെന്നില്ല, അത് പറയുന്ന നിർബന്ധമൊന്നുമില്ല. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് പറയണം. അങ്ങനെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് ആയിട്ടാവും. അല്ലാത്ത പക്ഷം നിങ്ങൾ കടലും കരയും ഒക്കെ ഒരേ ഗ്രൗണ്ടിൽ തന്നെ എടുത്തോളാം. എല്ലാം ഒരേ ഗ്രൗണ്ടിൽ തന്നെ മക്കൾ എടുത്തോളാം കേട്ടോ. എല്ലാം ഒരേ ഗ്രൗണ്ടിൽ തന്നെ എടുത്തോളാം. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ്, ഇനി മക്കൾ ഇതിന്റെ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഒരു ഡിസ്റ്റൻസ് മക്കൾ എക്സ് ആയിട്ട് എടുത്തോ, ആൻഡ് ഈ ഒരു ഡിസ്റ്റൻസ് വൈ ആയിട്ട് എടുത്തോളാം. എന്നിട്ട് tan 30 എഴുതാം. അപ്പോൾ എക്സ് വരുന്ന ഇക്വേഷൻ കിട്ടും. tan 60 എഴുതാം, എന്നിട്ട് വൈ വരുന്ന ഇക്വേഷൻ എഴുതും. രണ്ട് ഇക്വേഷൻസും സെപ്പറേറ്റ് ചെയ്യുന്ന എക്സും വൈയും കിട്ടും. പിന്നെ ഡിസ്റ്റൻസ് ഓഫ് ഷിപ്പ് എന്ന് പറഞ്ഞാൽ 2 കൂടി ആഡ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ചെയ്തോളാം. ഓക്കെ, നോക്കുക. ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് എ ജെറ്റ് പ്ലെയിൻ ഫ്രം എ പോയിന്റ് എ ഓൺ ഗ്രൗണ്ട് ഈസ് 60 ഡിഗ്രി. ഓക്കെ, ഒരു ഗ്രൗണ്ടിൽ ഒരു പോയിന്റ് ഉണ്ട്, എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇതാണ് പോയിന്റ് എ. ഓക്കെ, ഒരു ജെറ്റ് പ്ലെയിൻ ഉണ്ട്. ഓക്കെ, ജെറ്റ് പ്ലെയിൻ ഇവിടെയാണെന്ന് വിചാരിക്കാം. ആ ജെറ്റ് പ്ലെയിനിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാ? 60 ഡിഗ്രി. അതായത് ജെറ്റ് പ്ലെയിൻ ഇതാണ്. ജെറ്റ് പ്ലെയിനെ ഞാൻ പി എന്ന് വിളിച്ചു. അങ്ങോട്ടേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രിയാണ്. ഓക്കെ, ഫൈൻ. അത് മക്കൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ചുമ്മാ ഓക്കെ, അല്ലെങ്കിൽ അതങ്ങനെ തന്നെ നോട്ടെ. ഓക്കെ, പിന്നെയോ ആഫ്റ്റർ ദ ഫ്ലൈറ്റ്സ് ഓഫ് 30 സെക്കൻഡ്സ്, അതായത് അത് 30 സെക്കൻഡ് ദൂരം, 30 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ആ ഫ്ലൈറ്റ് അവിടെ ആകാശത്ത് നിൽക്കുമോ, എയറിൽ നിൽക്കുമോ? ഇല്ല, ഫ്ലൈറ്റ് മുന്നോട്ടേക്ക് പോകില്ലേ? അതപ്പോൾ ഫ്ലൈറ്റ് മുന്നോട്ടേക്ക് പോയി. ഓക്കെ, മേ ബി അത് 2 സിറ്റുവേഷൻ വരാം കേട്ടോ. ഒന്നുകിൽ ഫ്ലൈറ്റ് മുന്നോട്ടേക്ക് അങ്ങോട്ട് പോവാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാം. ഇപ്പം ഞാനിവിടെ നോക്കുന്ന സമയത്ത് ഫ്ലൈറ്റ് അവിടെ കണ്ടു. അത് എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ എൻ്റെ മേലെ കൂടെ എങ്ങനെ പോവാം? അങ്ങോട്ടേക്ക് ദൂരോട്ടും പോകാം. രണ്ടിലേതാ നോക്കണം. അത് നോക്കാനുള്ള എളുപ്പം എന്താ? ഇപ്പോൾ ഇങ്ങോട്ടേക്ക് പോകുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ആംഗിൾ വരിക. അതായത് ആംഗിൾ കുറഞ്ഞു. ഇത് ടോട്ടൽ ഇത്രയും ഉള്ളത് 60 ഡിഗ്രിയാണ്. അതിപ്പോൾ ആംഗിൾ ഇങ്ങനെ വരുമ്പോൾ ആംഗിൾ കുറഞ്ഞു. അതിപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ, അടുത്ത ആംഗിൾ ഓഫ് എലിവേഷൻ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ 30 സെക്കൻഡ് കഴിഞ്ഞപ്പം ആംഗിൾ ഓഫ് എലിവേഷൻ ചേഞ്ചസ് ടു 30. അതായത് ആംഗിൾ ഓഫ് എലിവേഷൻ കുറയുക ചെയ്യുന്നത്. അപ്പോൾ ദൂരോട്ട് പോവുക. അതപ്പോൾ ഇവിടെ എത്തി. ഹൈറ്റ് കൂടുതൽ കേട്ടോ. ഇങ്ങനെയുള്ള കേസിൽ ഹൈറ്റ് കൂടുന്നുണ്ട്, അവർ സെപ്പറേറ്റ് പറയും. ഹൈറ്റ് കൂടുന്നുണ്ടോ, ഫ്ലൈറ്റിന് ഹൈറ്റ് കൂടുന്നുണ്ടോന്നൊന്നും അവർ പറയുന്നില്ലെങ്കിൽ സെയിം ഹൈറ്റിൽ എടുത്തോളാം. ഓക്കെ, അങ്ങോട്ടേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാ? 30 ഡിഗ്രി അല്ലേ? ഓക്കെ, ഇഫ് ദ ജെറ്റ് പ്ലെയിൻ ഈസ് ഫ്ലൈയിങ് അറ്റ് എ കോൺസ്റ്റന്റ് ഹൈറ്റ്. ഓക്കെ, ആ ഹൈറ്റ് ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അറിയണോ? നമ്മൾ ചുമ്മാ എന്ത് ചെയ്യുക? ട്രയാങ്കിൾ ആക്കി മാറ്റണേ. നമുക്ക് ട്രയാങ്കിൾ ആക്കണേ. അപ്പോൾ ഇവിടുന്ന് താഴോട്ടേക്ക് ലൈൻ വരയ്ക്കാം, ഇവിടുന്ന് താഴോട്ടേക്ക് ലൈൻ വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് അത് രണ്ടും കൂടെ കണക്ട് ചെയ്യുക. അപ്പോൾ ആ ലൈൻ എന്താ? താഴോട്ടേക്ക് വരച്ച ലൈൻ എന്താ? ഹൈറ്റ് ആണ്. 3600√3. ഓക്കെ, അത് തന്നെയാണ് അതിൻ്റെ ഓപ്പോസിറ്റും, കാരണം റെക്ടാങ്കിൾ ആണല്ലോ. √3. ഓക്കെ അല്ലേ? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നോക്കുക, ഈ ഹൈറ്റ് ആണെടാ. ഈ ഹൈറ്റാണ് നമ്മൾ എഴുതിയത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക?
tan 60 കണ്ടുപിടിക്കുക. tan 60 എഴുതി കഴിഞ്ഞാൽ ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് മക്കൾ എക്സ് ആയിട്ട് എടുക്കുക, ഇത് വൈ ആയിട്ട് എടുക്കുക. ഓക്കെ, tan 60 അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഡിസ്റ്റൻസ് ബൈ ഇത് കിട്ടും. ഈ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടും. അതുപോലെ തന്നെ വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ വൈ കണ്ടുപിടിക്കുക. ടോട്ടൽ ഈ വൈ കണ്ടുപിടിക്കുക. കാരണം tan 30 എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ ആണ് കിട്ടുക. അപ്പോൾ എക്സ് പ്ലസ് വൈ കിട്ടുന്നതിൽ നിന്ന് എക്സ് മൈനസ് ചെയ്തിട്ട് വൈ കിട്ടും. ഈ വൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അപ്ലിക്കേഷൻ ഓഫ് ട്രിഗണോമെട്രിയിൽ ഫിഗർ വരയ്ക്കുന്നത് മാത്രമാണ് പറയുന്നത്. എങ്ങനെ പ്രോബ്ലം ചെയ്യാന്ന് വേറെയാണ്. പക്ഷേ ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലൂ തരുന്നുള്ളൂ. ഈ വൈ കിട്ടിക്കഴിഞ്ഞാൽ വൈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അത് എത്ര സെക്കൻഡിലാ? 30 സെക്കൻഡിൽ. അന്നപ്പോൾ 30 സെക്കൻഡിൽ ഇത്ര ഡിസ്റ്റൻസ്. അന്നപ്പോൾ 30 സെക്കൻഡിൽ ഇത്ര ഡിസ്റ്റൻസ്. അപ്പോൾ 1 മിനിറ്റിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കുക, അതിനെ മണിക്കൂറിലേക്ക് മാറ്റുക. പിന്നെ ആ ഡിസ്റ്റൻസിനെ കിലോമീറ്റർ ആണെങ്കിൽ കിലോമീറ്ററിലാണെന്നെങ്കിൽ നോക്കുക. ഇവിടെ മീറ്ററിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡിൽ എഴുതിയാൽ മതി. നിങ്ങൾ സ്പീഡ് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റേണ്ട, മീറ്റർ പെർ സെക്കൻഡ് എഴുതിയാൽ മതി. അതായത് ഇത്രയും മീറ്റർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വൈ നമുക്കൊരു 50 കിട്ടുന്നതായിരിക്കാം. അത് എത്ര സെക്കൻഡിലാ? 30 സെക്കൻഡ്സിലല്ലേ. അപ്പോൾ 30 സെക്കൻഡ്സിൽ 50 കിട്ടും. ഓക്കെ, അങ്ങനെ വെച്ചാൽ ഒരു സെക്കൻഡിൽ എത്ര കിട്ടും? 50/30. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ വൈ കിട്ടിക്കഴിഞ്ഞാൽ 30 സെക്കൻഡിലാണ് വൈ. അപ്പോൾ ഒരു സെക്കൻഡിൽ y/30 വരും. y/30. അപ്പോൾ അത്രയും മീറ്റർ പെർ സെക്കൻഡാണ് സ്പീഡ് വരിക. ഓക്കെ, കിലോമീറ്റർ പെർ അവർ എഴുതണം നിർബന്ധമില്ല. നമ്മളുടെ ക്വസ്റ്റിനിൽ സ്പീഡ് എഴുതാൻ മാത്രമേ പറയുന്നുള്ളൂ. ഫൈൻ ദ സ്പീഡ് ഇൻ കിലോമീറ്റർ പെർ അവർ പറഞ്ഞാൽ 2 കിലോമീറ്ററിലേക്കും ഹവറിലേക്ക് ആക്കി മാറ്റണം കേട്ടോ. ഓക്കെ ഫൈൻ. സോ ഇങ്ങനെയാണ് അപ്ലിക്കേഷൻ ഓഫ് ട്രിഗണോമെട്രിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫിഗർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആലോചിക്കേണ്ടത്. ഓക്കെ, മോർ പ്രോബ്ലംസ് നിങ്ങൾക്ക് വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. ഇനി അതിലും എത്താത്ത പ്രോബ്ലംസ് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ അടുത്തേക്ക് നാളത്തെ മാരത്തോണിൽ, നാളെ എന്ന് പറഞ്ഞാൽ 2025 വർഷത്തെ ബോർഡ് എക്സാമിനേഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിൻ്റെ തലേന്ന് അതായത് മാർച്ച് 9 ഉള്ള മാത്സിൻ്റെ മെഗാ മാരത്തോണിൽ നമ്മൾ പഠിപ്പിച്ചു തരും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ബൈ.